عليكم ورحمة الله وبركاته. الحمد لله نحمده ونصلي ونسلم على رسوله الكريم أما بعد فقد قال الله تعالى في قرآنه المجيد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولم يرى الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما. ഖുർആൻ എന്നും വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ കോലത്തിൽ ഓരോ രൂപത്തിലായിരുന്നു വിമർശനം. ആദ്യ കാലഘട്ടത്തിൽ സാഹിത്യകാരായതുകൊണ്ട് തന്നെ അവരങ്ങനെ വിമർശിച്ചു. ഇത് കവിതയാണ്, ഇത് സിഹറാണ്, ഇത് കഹാനത്താണ് എന്നെല്ലാം പറഞ്ഞിട്ടായിരുന്നു അവരുടെ വിമർശനം. എന്നാൽ കാലം മാറി, സാഹിത്യരംഗത്ത് നിന്നും ശാസ്ത്രരംഗത്തേക്കായി. അപ്പോൾ ശാസ്ത്രം വെച്ചായിരുന്നു അവരുടെ വിമർശനം. ആ സമയത്താണ് ശാസ്ത്രം ഈ പ്രപഞ്ചം, ഈ ഭൂമി ഉരുണ്ടിട്ടാണെന്ന് അവർ കണ്ടെത്തുന്നത്. അപ്പോൾ തന്നെ അവരുടെ വിമർശനം ആരംഭിച്ചു. 458 പ്രാവശ്യം ഭൂമിയെക്കുറിച്ച് അള്ള പറഞ്ഞിട്ടും എവിടെയും ഭൂമി ഉരുണ്ടിട്ടാണെന്ന് പറഞ്ഞില്ലായിരുന്നായിരുന്നു അവരുടെ വിമർശനം. ആ സമയത്തെല്ലാം മിണ്ടാതിരുന്നിട്ടും 1929 ആയപ്പോൾ അവർക്കുള്ള മറുപടി അവർ തന്നെ കണ്ടെത്തുകയായിരുന്നു. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. വികസിക്കുന്ന ഒരു വസ്തുവിന് രൂപം പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല എവിടെയും ഭൂമി ഉരുണ്ടിട്ടാണെന്ന് പറയാതിരുന്നത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല മറ്റൊന്ന് പറയുന്നുണ്ട്, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. പ്രപഞ്ചങ്ങളെ നാമാണ് സൃഷ്ടിച്ചത്, നാം തന്നെ അതിനെ വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നു. വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ പുതിയൊരു സംശയം വരും. അപ്പോൾ പ്രപഞ്ചത്തിനൊരു തുടക്കം വേണ്ടേ? ഇത്രയും കാലം പ്രപഞ്ചത്തിനൊരു തുടക്കമില്ല എന്ന് പറഞ്ഞിരുന്ന ശാസ്ത്ര സമൂഹം അവിടെ നിന്നും അവരുടെ ചിന്ത മാറി, ഇനിയൊരു തുടക്കം വേണം. ഈ ഫോട്ടോ കാണുമ്പോൾ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ബിഗ് ബാങ് 1965 ശാസ്ത്രം ഇത് കണ്ടെത്തുന്നത്, അഥവാ 1965 അദ്ദേഹം പറയുന്നുണ്ട് ബിഗ് ബാങ് തിയറി. അതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പൊട്ടിത്തെറി എന്നാണോ? എന്നാൽ ബിഗ് ബാങ് ഒരു പൊട്ടിത്തെറി അല്ല, മറിച്ച് അതൊരു തരം വ്യാപനമായിരുന്നു, പെട്ടെന്നുണ്ടായൊരു വ്യാപനം. ഈ ഏകബിന്ദുവിൽ നിന്ന് പെട്ടെന്ന് വ്യാപിച്ചുണ്ടായതാണ് ഈ പ്രപഞ്ചം എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അത് ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ. കാഫിരീങ്ങൾ കാണുന്നില്ലേ, പ്രപഞ്ചം ഒട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു, അതിനെ നാമാണ് വേർപ്പെടുത്തിയത്. ഇബ്നു കസീർ റഹിമഹുല്ലാ സയ്യിദ് ഇബ്നു ജുബൈർ റഹിമഹുള്ളയുടെ ഒരു അഭിപ്രായമായിട്ട് പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും എല്ലാം ഒറ്റ വസ്തുവായിരുന്നു, എന്നിട്ട് അള്ളാഹു അതിനെ വേർപ്പെടുത്തി. അതാണ് ശാസ്ത്രലോകം 1965 കണ്ടെത്തുന്നത്. അപ്പോഴും വീണ്ടും പല സംശയങ്ങളും വരും. എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്ക സമയം? മേഘങ്ങളാൽ, ഈ നീരാവി കാരണമുണ്ടായ മേഘങ്ങളാൽ മൂടിക്കിടക്കുന്ന ഒരു വസ്തു, നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതും ഇത് ഹദീസിലൂടെ നമുക്ക് കാണാം, ഖലഖ കുല്ല ശൈഇൻ മിനൽ മാ. എല്ലാ വസ്തുവും സൃഷ്ടിക്കപ്പെട്ടത് വെള്ളത്തിൽ നിന്നാണ്. മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട്, സുമസ്തവ ഇലസ്സമായി ദുഹാനുൻ. അള്ളാഹു സുബ്ഹാനഹു തആല ആകാശത്തിലേക്ക് തിരിഞ്ഞു, അതൊരു പുകയായിരുന്നു. ഇതിനെ കണ്ട് നമുക്ക് ജമ്മ് ചെയ്ത് നോക്കിയാൽ നീരാവി എന്നുള്ളത് വെള്ളമാണ്, വെള്ളവും നീരാവി എന്ന് പറയുമ്പോൾ നമുക്ക് പുകയായിട്ട് മനസ്സിലാക്കാം. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ സുമസ്തവ ഇലസ്സമായി ദുഹാനുൻ എന്ന് പറയുന്നത്. പിന്നീട് കാലം മുന്നോട്ട് പോയി. 1965 തന്നെ അർണോ പെൻസിയസ്, റോബർട്ട് വിൽസൺ എന്നിവർ കണ്ടെത്തി ഈ വ്യാപനത്തിൻ്റെ തുടക്ക സമയത്ത്, അഥവാ 1 സെക്കൻഡ് മാത്രമുള്ളപ്പോൾ എത്ര ചൂടുണ്ടായിരുന്നു. അതവർക്ക് കണ്ടെത്താൻ കാരണമായത് CMB അഥവാ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട്, അതിലൂടെയാണ്. അത് പറഞ്ഞാൽ ഈ വ്യാപനത്തിൻ്റെ തുടക്ക സമയത്തുള്ള ഒരു പ്രകാശമാണ്, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവർ അപ്പോഴുള്ള ചൂടിനെ പറ്റി പറയുന്നുണ്ട് 10 ഗിഗാ കെൽവിൻ അഥവാ 10 ബില്യൺ സെൽഷ്യസ്. ഇപ്പോഴത്തെ ചൂടിനെ പറ്റിയും അവർ പറയുന്നുണ്ട് 2.725 കെൽവിൻ അഥവാ -271 സെൽഷ്യസ്. അത്രയും ചൂട് കുറഞ്ഞിരിക്കുകയാണ്. ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, യൗമ നത്വി സ്സമാഅ കതയ്യി സിജില്ലി ലിൽ കുതുബ് കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു. ഏടുകളെ ചുരുട്ടപ്പെടുന്നത് പോലെ പ്രപഞ്ചത്തെ നാം ചുരുട്ടുന്ന ദിവസം, സൃഷ്ടിപ്പിനെ ആരംഭിച്ചതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഞാൻ അതിനെ തിരിച്ചാക്കുന്നതാണ്. അതും ശാസ്ത്രം പറഞ്ഞു വെക്കുകയാണ്, ഇനിയും ആ ചൂട് കുറഞ്ഞ് അബ്സല്യൂട്ട് സീറോയിലെത്തിയാൽ ഈ വ്യാപനത്തിലൂടെ അകന്നു പോയതെല്ലാം തിരിച്ചു വരും. അപ്പോൾ ഈ അകന്നു പോയതെല്ലാം തിരിച്ചു വന്നാൽ എന്തായിരിക്കും ഉണ്ടാവുക?
ഫസ്റ്റ് എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ഇവിടെ നമ്മൾ ഈ കാണുന്ന ഫസ്റ്റ് എന്താണോ ഉണ്ടായിരുന്നത് അത് തന്നെ ആയിരിക്കും. അത് ശാസ്ത്രം 1965 പറഞ്ഞു വെക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. 7-ാം നൂറ്റാണ്ടിൽ എഴുത്തും വായനയും അറിയാത്ത ഒരാളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഇറക്കുകയാണ്. ഇത് തന്നെ ഖുർആൻ ഒരു അമാനുഷിക ശക്തിയാണ്, അതൊരിക്കലും ഒരു മനുഷ്യനുണ്ടാക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളതിന് ഏറ്റവും വ്യക്തമായ തെളിവാണ്. ഇതിലൂടെ തന്നെ എല്ലാവർക്കുമുള്ള മറുപടി അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ചേക്കാണ്. ശാസ്ത്രത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, അത് അവർ കണ്ടെത്തുന്ന 20-ാം നൂറ്റാണ്ടിലാണെങ്കിൽ 7-ാം നൂറ്റാണ്ടിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു വെക്കുകയാണ്. ഖുർആനെ കുറിച്ച് പറയപ്പെടാറുണ്ട്, ഇറങ്ങുന്തോറും ആയം കൂടുന്ന മഹാസാഗരം. ആ ആയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മുമ്പത്തെ പരിപാടിയിലെ ആൾ പറഞ്ഞതുപോലെ അതിലെ ഭയങ്കര വിലപിടിപ്പുള്ള മുത്തുകളെ നമുക്ക് കൈപ്പറ്റാനും എടുക്കാനും അതിൽ നിന്ന് മനസ്സിലാക്കാനും നാഥൻ തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅ്വാതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ചെസ് നമ്പർ 120.